എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ചിക്കൻ ബുണയാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ ഇത്. ഇത് പുലാവിൻ്റെ ഒപ്പം നെയ്ച്ചോറ്, അതേപോലെ തന്നെ ചപ്പാത്തി, പത്തിരി ഇതിൻ്റെ ഒക്കെ ഒപ്പം തന്നെ നല്ലൊരു ബെസ്റ്റ് കോമ്പിനേഷനാണ്. എന്തായാലും ട്രൈ ചെയ്യേണ്ട ഒരു റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോയാലോ? ചിക്കൻ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഒട്ടും തന്നെ വെള്ളം ഇല്ലാണ്ട് എടുത്തു വെച്ചിരിക്കുകയാണ്. 1 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആദ്യം ഇതിലേക്ക് മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണാണ് ചേർക്കുന്നത്. പിന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതൊരു 2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ എരിവ് കുറച്ചും കൂടി കൂടുതൽ വേണമെന്നുള്ളവർക്ക് സാദാ മുളക് പൊടി കുറച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി 1 ടീസ്പൂണും അതേപോലെ തന്നെ നല്ല ജീരകത്തിൻ്റെ പൊടി 1 ടീസ്പൂണും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ്. അത് 2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഗരം മസാല 1 ടീസ്പൂണും അതേപോലെ വിനിഗർ 1 ടേബിൾ സ്പൂണും ചേർത്ത് കൊടുക്കുന്നുണ്ട്. വിനിഗറിന് പകരമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് തൈരാണ്. നല്ല കട്ടി തൈര് തന്നെ എടുക്കണം കേട്ടോ. അധികം പുളിയില്ലാത്ത തൈര് വേണം എടുക്കാനായിട്ട്. ഇത് ഏകദേശം ഒരു 1/4 കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഈ മസാല ചിക്കനിലേക്ക് പരട്ടി കൊടുക്കാം. മസാല 2 വിധത്തിൽ നമുക്ക് പുരട്ടി എടുക്കാം കേട്ടോ. ഒന്ന് ഇതേപോലെ ചിക്കനിൽ പുരട്ടിയെടുക്കാം. പിന്നെ ഒന്ന് നമുക്ക് സവാളയൊക്കെ ഒന്ന് വഴറ്റുന്ന സമയത്ത് ഈ പൊടികളൊക്കെ അതിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ചിക്കൻ ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. ഇപ്പോൾ ഈ ചിക്കനിൽ മസാലയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് പുരട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ചിട്ട് ഒരു 30 മിനിറ്റ് നേരത്തേക്ക് മാറ്റി വയ്ക്കുക. ഇനി എണ്ണ ചൂടാക്കി തുടങ്ങാം കേട്ടോ. കുറച്ചധികം എണ്ണ തന്നെ ഈ ഒരു ചിക്കൻ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കണം. ഏകദേശം ഒരു 1/2 കപ്പ് എണ്ണയോളം എടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് നല്ല ജീരകം 1 ടീസ്പൂണ്, ഒരു ചെറിയ കഷ്ണം പട്ട, പിന്നെ 3 ഗ്രാമ്പും 4 ഏലക്കയാണ്. എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് ഈ ജീരകമൊക്കെ ഒന്ന് ഈ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ജീരകമൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. 3 വലിയ സവാള ഇതേപോലെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തതാണ്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സവാളേൻ്റെയൊക്കെ നിറമൊക്കെ മാറി ഒരു ഗോൾഡൻ കളർ ആവുന്ന വരയ്ക്കും നമുക്കൊന്ന് വഴറ്റണം. ഇപ്പോൾ ഈ സവാള നല്ലൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളി മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചതാണ്. 3 വലിയ തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 5 പച്ചമുളക് നീള കീറിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തക്കാളിയിൽ വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്കിതൊന്ന് അടച്ചു കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാനും മറക്കരുത്. ഇപ്പോൾ ഈ തക്കാളിയിലത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതുവരെയൊക്കെയാണ് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അണ്ടിപ്പരിപ്പ് അരച്ചതാണ് കേട്ടോ. ഒരു ചെറിയ പിടി അണ്ടിപ്പരിപ്പ് എടുത്തിട്ട് കുറച്ച് നേരം വെള്ളത്തിലൊന്ന് കുതിർത്തതിന് ശേഷം മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തതാണ്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിക്കായി വരുന്നത് വരയ്ക്കും നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതേപോലെ തിക്കായിട്ടാണ് കിട്ടേണ്ടത്. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇനി അടുത്തത് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കനും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് അടച്ചു വെക്കാം. കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ടായിരിക്കും. ചിക്കൻ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചിക്കനിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. വെള്ളം ഒഴിക്കേണ്ട സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. ഞാൻ ഏകദേശം ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചിക്കൻ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചിക്കനിൽ നിന്ന് ഇറങ്ങിയിട്ടില്ലെങ്കിൽ മാത്രം ഇതേപോലെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കുറച്ച് കുറവായി തോന്നിയതുകൊണ്ട് ഞാൻ ഈ സമയത്ത് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ എരിവ് കുറവായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ മുളക് പൊടി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇത് വീണ്ടും ഒന്ന് അടച്ചിട്ട് വേവിക്കാം. ചിക്കനിന് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വേവിക്കേണ്ടത് തുറന്നിട്ടാണ് വേവിക്കേണ്ടത്. ഈ ചിക്കനിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുന്നത് വരയ്ക്കും നമുക്കിതൊന്ന് തുറന്ന് തന്നെ വേവിച്ചെടുക്കാം. ഇതേപോലെ ചാറൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ ഈ ചിക്കനിൽ ഒട്ടും തന്നെ വെള്ളമില്ല. അതേപോലെ തന്നെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇങ്ങനെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ചധികം തന്നെ മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. അങ്ങനെ ചിക്കൻ ബുണ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ മസാലയാണ് കേട്ടോ ഇത്. ഇത് പുലാവിൻ്റെ ഒപ്പം, നെയ്ച്ചോറിൻ്റെ ഒപ്പം, പത്തിരി അതേപോലെ തന്നെ
അപ്പം ഇതിൻ്റെയൊക്കെ ഒപ്പം തന്നെ നല്ലൊരു ബെസ്റ്റ് കോമ്പിനേഷനാണ്. എന്തായാലും ട്രൈ ചെയ്യേണ്ട റെസിപ്പിയാണ് കേട്ടോ. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് എന്നെ കമൻറ്റ് കൂടെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. താങ്ക് യു.